പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴൊക്കെ സ്തുതിയായിരിക്കട്ടെ. പീസ് ബി വിത്ത് യു. പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളാശംസകളും ഈശോയുടെ നാമത്തിൽ നിങ്ങൾക്ക് നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം നൽകാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം ലോകത്തെ രക്ഷിക്കാനായിട്ട് പല പ്രവാചകന്മാരെയും പല ന്യായാധിപന്മാരെയും ദൈവം അയക്കുകയുണ്ടായി. ഇവരെല്ലാം ജനം തിരസ്കരിച്ചപ്പോൾ ദൈവം സ്വപുത്രനെ അയച്ചതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ക്രിസ്മസിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ പറയുമ്പോൾ കൃഷിക്കാരൻ അല്ലെങ്കിൽ മുന്തിരിത്തോട്ട ഉടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം സ്ഥാപിക്കുകയും അതിൽ ചക്ക സ്ഥാപിക്കുകയെല്ലാം സ്ഥാപിച്ച് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അദ്ദേഹം പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് വിളവെടുപ്പ് കാലമായപ്പോഴത്തേക്കും അദ്ദേഹം വേലക്കാരെ പറഞ്ഞയക്കുകയാണ്. വേലക്കാരെ പറഞ്ഞയക്കുമ്പോൾ വേലക്കാർ വരുമ്പോഴത്തേക്കും കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത്? വേലക്കാരെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ അവരെ വധിക്കുകയെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ കൃഷിക്കാരൻ കൂടുതൽ പേരെ വിടുന്നുണ്ട്. കൂടുതൽ പേരെ വിടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ കൂടുതൽ പേരെ വിടുന്നുണ്ട്. കൃഷിക്കാരെ വീണ്ടും പ്രാർത്ഥന ചെയ്യുന്നു. അവസാനം സ്വന്തം മകനെ മാനിക്കുമെന്നും പറഞ്ഞിട്ട് മകനെ അയക്കുമ്പോഴത്തേക്ക് മകൻ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇവനാണ് അവകാശി എന്നും പറഞ്ഞിട്ട് അവനെ വധിക്കുകയും ആ കൃഷിക്കാർ ആ തോട്ടം സ്വന്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷിക്കാരൻ്റെ അല്ലെങ്കിൽ മുന്തിരിത്തോട്ട ഉടമസ്ഥൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു പറയുന്നത്? ഇവരെ നശിപ്പിച്ചിട്ട് യഥാകാലം വിളവെടുക്കുന്നവർക്ക് കൊടുക്കുന്നു. ക്രിസ്തു അല്ലെങ്കിൽ ദൈവപിതാവ് പ്രവാചകന്മാരെ അയച്ചതിൻ്റെയും ന്യായാധിപന്മാരെ അയച്ചതിൻ്റെയും എല്ലാം കാരണമാണ് അതിലൂടെ നമ്മൾ ഉപമയിലൂടെ നമ്മൾ കാണുന്നത്. അവസാനം ക്രിസ്തു തന്നെ വരുമ്പോഴും ക്രിസ്തുവിനെ വധിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? ക്രിസ്തുവിൻ്റെ സഭയിലൂടെ ലോകം മുഴുവൻ നേടുന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള തമ്പുരാന് വേണമെങ്കിൽ കൊട്ടാരത്തിലൊന്ന് പിറക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റോ പ്രഭു കുടുംബത്തിലോ അല്ലെങ്കിൽ വലിയ രാജസന്നിധിയിൽ വന്ന് ജനിക്കാമെന്ന തമ്പുരാൻ വന്ന് ജനിക്കുന്നത് ഒരിടവും കിട്ടാതെ അല്ലേ? സത്രത്തിൽ പോലെ ഇടം കൊടുത്തില്ല. ആ സത്രത്തിൽ ഇടം കിട്ടിയിരുന്നെങ്കിൽ ആ സത്രത്തിൻ്റെ ഉടമസ്ഥൻ ഏറ്റവും ഭാഗ്യവാനായി മാറിയാണ്. അതുപോലും കിട്ടാണ്ട് കാലിത്തൊഴുത്തിലാണ് പോയി ജനിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത്. ക്രിസ്തു ഒന്നും സ്ഥാപിച്ചതായിട്ടല്ല, അല്ലെങ്കിൽ ഒന്നും സമ്പാദിച്ചായിട്ട് കാണുന്നില്ല നമ്മൾ. പക്ഷേ ക്രിസ്തു സമ്പാദിച്ചതായിരുന്നു എന്നെയും നിങ്ങളെയും പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആത്മാക്കളെ അല്ലെങ്കിൽ മനുഷ്യരെ നേടിക്കൊണ്ടാണ് ക്രിസ്തു പോകുന്നത്. ക്രിസ്തുവിൻ്റെ സന്ദേശവും ക്രിസ്തുവിൻ്റെ ജീവിതവും അത് വ്യക്തമാണ്. ക്രിസ്തു ഭൂമിയിൽ നേടിയതെല്ലാം സ്വപിതാവിന് വേണ്ടിയിട്ട്, സ്വന്തം അപ്പനോട് ചോദിക്കാണ്ട് അല്ലെങ്കിൽ പിതാവിനോട് ചോദിക്കാണ്ട് ക്രിസ്തു ഒരു കാര്യം ചെയ്തിട്ടില്ല. ഓരോ ദിവസവും ക്രിസ്തു പ്രാർത്ഥനയിൽ പിതാവിനോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തു ആലോചിച്ച് അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിൽ പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ആലോചനയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളും ഉണ്ടാവേണ്ടത്. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചെയ്യുക. നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമുക്ക് ജീവിതത്തിൽ മറ്റ് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, ദാരിദ്ര്യങ്ങളും ഭവനമില്ലാത്ത അവസ്ഥ, നമ്മുടെ ഏത് ദുഃഖം നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളിലും നമുക്ക് നോക്കേണ്ട ഇടം കാലിത്തൊഴുത്തിലേക്കാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കാണ്, ഈശോയിലേക്കാണ്. നമ്മളവിടെ കാണുന്നുണ്ട്, അവിടെയും കൊണ്ട് തീരുന്നില്ല. ക്രിസ്തു ജനിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നതും തിരിച്ചു വരാൻ വേണ്ടി പറയുമ്പോൾ തിരിച്ചു വരുന്നതും, അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തു ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർക്കുക, ഇന്നേ ദിവസം നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളും കൂടി ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കാം. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്, ക്രിസ്തു നമ്മളിലുണ്ട്, ക്രിസ്തുവിലാണ് നമ്മളായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ജനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അപ്രായമായിരിക്കുന്ന നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർത്തിയാകുന്നത്. അതിന് ദൈവം നമ്മൾ ഓരോരുത്തരെ ഇടവരുത്തട്ടെ. അപ്രകാരം
തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യവും സമാധാനവും സന്തോഷവും ആയിരിക്കുന്ന അവസ്ഥയും ദൈവാനുഗ്രഹവും നിങ്ങളിൽ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തർക്കും കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോളുന്നു. ഇന്നേ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ജോഫ്രെഡ് തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. എല്ലാവരും ജോഫ്രെഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ജോഫ്രെഡിൻ്റെ കുടുംബത്തിനും നേരുന്നു. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ജനിക്കുവാനും നല്ലൊരു വ്യക്തിയായി ജീവിക്കുവാനും ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ നല്ലൊരു പടയാളിയായി തീരുവാനും ഈ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും പുതുവത്സരത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ മംഗളങ്ങൾ സർവ്വമംഗളം നേർന്നുകൊണ്ടും നല്ലൊരു പുതുവത്സരവും നിങ്ങൾക്ക് നേരുന്നു, സസന്തോഷം നേരുന്നു. 2020 നമ്മൾ അടച്ചുപൂട്ടിയതായിരുന്നെങ്കിൽ 2021 ദൈവാനുഗ്രഹത്താൽ നമുക്ക് ജീവിതത്തെ വീണ്ടും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിരിക്കട്ടെ, ഇപ്പോഴും പ്രസിദ്ധീകരിക്കട്ടെ. താങ്ക് യു.